പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന് പിന്നാലെ തുടർ നീക്കത്തിന് ബിജെപി. അടുത്ത മാസം കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. വേദി തൃശൂർ തെരഞ്ഞെടുത്തതിൽ തന്നെ ചില സാധ്യതകൾ ബിജെപി മുന്നിൽ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അവസരമാക്കാനാണ് ബിജെപി ആലോചിക്കുന്നത്. വിവിയാരും ടോം കുര്യാക്കോസും ചേരുന്നു. ആദ്യം ടോം ബിജെപി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ക്രിസ്മസ് വിരുന്നുകൊണ്ട് കാര്യങ്ങളിൽ തീരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? മാർപ്പാപ്പയുടെ വരവുമായി ബന്ധപ്പെട്ട് ബിജെപി എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്? ധന്യമായി ജനുവരി 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തും. ഒരുപക്ഷെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുമെന്ന ചില സൂചനകളാണ് ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ വർഷം പകുതിയോടുകൂടി കൊച്ചിയിലെത്തിയപ്പോൾ നരേന്ദ്രമോദി കൊച്ചിയിലെത്തിയപ്പോൾ വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെ ആശങ്കകളൊക്കെ കേട്ടിരുന്നു. അവരുമായി നിരവധി സമയം ചെലവഴിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടാകുന്നത്. അതോടുകൂടി ക്രൈസ്തവ വിഭാഗവും ബിജെപിയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു വിള്ളലുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഈ ക്രിസ്മസ് ദിനത്തില് നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്നൊരുക്കിയതോടുകൂടി വിവിധ ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുമായി ചർച്ച നടത്തുകയും വിരുന്നിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി വീണ്ടും ഈ ബിജെപിയും ക്രൈസ്തവ വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മഞ്ഞുരുകുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാക്കേണ്ടത്. അതായത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ബിജെപിയുമായി അടുക്കേണ്ടത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ കൂടി ആവശ്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ ഇടത് വലത് മുന്നണി പ്രത്യേകിച്ചും LDF-നോടും UDF-നോടും ക്രൈസ്തവ വിഭാഗം പ്രത്യേകിച്ചും കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങള് വലിയൊരു അകൽച്ച പാലിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ മുസ്ലിം വിഭാഗവുമായി മുസ്ലിം വിഭാഗത്തിന് വലിയൊരു പരിഗണന ഇടത് മുന്നണിയും UDF-ഉം നൽകുന്നു എന്നൊരു പരാതിയും പരിഭവവും ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ വ്യാപകമായുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ബിജെപിയുമായി അടുക്കാനുള്ള ചർച്ചകളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ടത്. പക്ഷേ അതിനിടെയാണ് ഈ മണിപ്പൂർ വിഷയമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ എന്തായാലും ഈ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം, അതായത് നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് വിരുന്ന് തന്നെ ഒരുക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തില് ഇതിനെ വലിയ ഒരു തുറന്ന മനസ്സോടുകൂടി തന്നെയാണ് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ കാണുന്നത്. വരും ദിവസം അദ്ദേഹം തൃശ്ശൂരിലെത്തുമ്പോൾ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുന്നത് ഒരുപക്ഷെ ഈ ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ബിജെപിയും ക്രൈസ്തവ വിഭാഗങ്ങളും തമ്മിലുള്ള ഒരു കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂർ ബിജെപി ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപി പ്രധാനമായും ലക്ഷ്യമിടുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തന്നെയാണ്. തൃശ്ശൂരില് ക്രൈസ്തവ വിഭാഗത്തിന് വോട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച എത്രത്തോളം ഈ ക്രൈസ്തവ വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ട കാര്യം. അതായത് ഈ മണിപ്പൂർ വിഷയം ഒരു പ്രധാന ഒരു ആശങ്ക ക്രൈസ്തവ വിഭാഗത്തിനുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വടക്കൻ സംസ്ഥാനങ്ങളില് ചില ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ പോലും ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ വലിയ ആശങ്കയായി അവർ പങ്കുവച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ക്രിസ്മസ് വിരുന്നില് ഈ മണിപ്പൂർ വിഷയം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊന്നും ചർച്ചയ്ക്ക് വന്നില്ല. എങ്കിൽ പോലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ ഇത്തരമൊരു മുൻകൈ എടുത്തുകൊണ്ട് ക്രിസ്മസ് വിരുന്നൊക്കെ ഒരുക്കിയതിനെ വളരെ തുറന്ന മനോഭാവത്തോടു കൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഭരണകൂടവുമായി ഒരു ഏറ്റുമുട്ടലിന്റെ ആവശ്യമില്ല. ഒരു ചർച്ചകളും അതോടൊപ്പം തന്നെ ഒരു കൂടുതൽ അടുക്കാനുള്ള സാഹചര്യവും ഒരുങ്ങുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ദേവാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ ഇതിലൂടെ കഴിയും എന്ന് തന്നെയാണ് ഇവർ വിലയിരുത്തുന്നത്. ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ വരും ദിവസങ്ങൾ കൂടുതൽ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം രാജ്യത്തെമ്പാടും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂർ അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളില് ഈ ഒരു അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസികളുമായി വിഭാഗങ്ങളുമായി മതമേലധ്യക്ഷന്മാരുമായി അടുപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം മാറിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും.